വിജയ് ഒരിക്കലും വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ച ആളല്ല. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. அது கண்டுட்டு நமக்கு സംസാരിക്കാം. அவங்க தாத்தா காலத்துல இருந்தாங்க. பல பேர் இது விஜயோட பூர்வீக ஊர்னு இதை சொன்னா பல பேருக்கு நம்ப மாட்டேங்கிறாங்க. சரி, இது எந்த அளவுக்கு உண்மைன்னு நீங்க சொல்றீங்க? அதை அந்த காலத்துல இருந்து அவங்க தாத்தா காலத்துல இருந்து பிறந்து வளர்ந்தவங்க தானே. விஜய் தாத்தா தெரியுமா? அது 52 உறுதியா இதுதான் விஜய் உறுதியா இதான் விட இதெல்லாம் இருந்தாங்க. அவங்க உள்ள போய் பார்க்கலாமாண்ணா? உள்ள பாருங்க, வாங்க தாராளம் பாருங்க. இங்க இந்த தங்கியிருக்க வீடோட கரண்ட் பில்ல நடிகர் விஜயோட தாத்தா பேரெல்லாம் இன்ன வரைக்கும் இருக்கு. சின்ன முத்துப்பேட்டை ராமநாதபுரம் மாவட்டத்தில் அமைந்துள்ள ஒரு செழிப்பான அழகிய கிராமம் தாங்க இந்த முத்துப்பேட்டை அப்படின்ற ஊர். இந்த ஊரோட சிறப்பு என்ன, இந்த ஊருக்கு நம்ம எதுக்கு வந்திருக்கோம் அப்படின்னு பாத்தீங்கன்னா, தமிழக வெற்றி கழகத்தோட தலைவர், இன்றைய தமிழ் திரை உலகின் முன்னணி நடிகருமான நடிகர். வணக்கம் சார். விஜய் சாரோட பூர்வீக ஊர் எது அப்படின்னு பலரும் பல விதமா சொல்லிட்டு இருக்காங்க. இப்போ நீங்க இங்க சொந்த ஊருக்கு வந்திருக்கிறீங்க, நீங்களே சொன்னீங்கன்னா கொஞ்சம் நல்லா இருக்கும் சார். அதான் பூர்வீகம்ன்றது எது? அப்பா, தாத்தா, பாட்டனாரு இதெல்லாம் தானே. ஆமாம், அவங்கெல்லாம் வாழ்ந்த ஊர் இதுதான், இந்த முத்துப்பேட்டை தான். ராமநாதபுரம் மாவட்டத்தில் ஒரு முத்துப்பேட்டை, அங்கே தான் நான் வந்திருக்கிறேன். ஓகே சார். இப்போ விஜய் சார் இங்கே வரதுக்கு வாய்ப்பு இருக்கா சார்? நினைச்சாருன்னா வருவார். அது அவர் நினைக்கணும்ல. நம்ம தாத்தா இறந்த ஊருக்கு போகணுன்னு அவர் நினைச்சாருன்னா வருவார். கண்டிப்பாக வருவார். ஓகே, இப்போ இங்கே என்ன நிகழ்ச்சிக்காக சார் வந்துருந்தீங்க? அதாங்க, என்னுடைய தகப்பனார் அவருடைய கல்லறை சதைஞ்சு போச்சு. அதை மறுபடியும் புதுசாக கட்டி அதை ஃபாதரை வச்சு மந்திரிச்சு பூஜை வச்சு இந்த ஊர் ஜனங்களுக்கெல்லாம் விருந்து வச்சுட்டு நான் போகிறேன். போகிறீங்க. உங்களோட பர்சனல்லாம் இப்போ உங்கள் கூட பிறந்தவங்க எத்தனை பேர் சார்? அதெல்லாம் நிறைய பேருக்கு தெரியாமல் இருக்கு. என் கூட பிறந்தது, என் கூட இப்போ வந்திருக்காருல ஒருத்தர் போய், அவர் தான் മൂത്തവർ. അപ്പോൾ വിജയുടെ കാര്യം അറിഞ്ഞില്ല. വിജയ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ഈ കടലോര ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കുഗ്രാമമാണ്. അവിടെ 1950 പണിത ഒരു വീടാണത്. ഒരു ചെറിയൊരു 2 മുറി വീട്. ആ വീടിൻ്റെ പിന്നെ ഒരു എക്സഷൻ നീട്ടിയെടുത്താണ്. അവിടെയാണ് വിജയുടെ അമ്മൂമ്മയൊക്കെ താമസിക്കുന്നത്. അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ താമസിക്കുന്ന വീടാണത്. അവിടെ വിജയ് വന്ന് താമസിക്കും. വിജയ് അവിടെയാണ് പഠിച്ചതും. അപ്പോൾ ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കടലോരത്ത് പോയിട്ട് കളിക്കലും അതുപോലെ മീൻ പിടിക്കലും കാണുന്നതും അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റികളും വിജയ് നടത്തി വരുന്ന സ്ഥലമാണ്. സ്ഥിരമായിട്ട് വിജയ് ചെറുപ്പകാലം അവിടെ തന്നെ സ്കൂളിലും പോയിരുന്നു. അവിടെ ചെറുപ്പകാലം കൂടുതൽ മെമ്മറീസ് ഉള്ള സ്ഥലമാണ് വിജയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ വിജയൻ്റെ അച്ഛൻ ജോലി സംബന്ധമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നൈയിലേക്ക് വന്നതും. അപ്പോൾ എന്നിരുന്നാലും ചെന്നൈയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് തിരക്കാണ്, കാര്യങ്ങളാണ്. അപ്പോൾ അവരെ കുടുംബം അടക്കം ഇവിടെയാണ്. ഇവരെ മരിച്ചവരൊക്കെ ഇവിടെ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. അമ്മൂമ്മേനെ അതുപോലെ തന്നെ അപ്പൂപ്പനെ എല്ലാം ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വിജയുടെ അച്ഛൻ ഇപ്പോൾ അവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അവർ അപ്പൂപ്പനെ അടക്കിയ സ്ഥലത്തിൻ്റെ ഇതൊക്കെ വീണുപോയി. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു വലിയൊരു മണ്ഡപം തീർത്ത് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം സദ്യ കൊടുത്ത് എന്നാണ് അദ്ദേഹം തിരിച്ചു പോയത്. അപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയണത്, വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ, അവിടെ വരുമെന്നാണ് അവർ ചോദിക്കുന്നത്. വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് തോന്നിയാൽ വരും, അവന് തോന്നണം. അവൻ്റെ പാട്ടീരിയും അവൻ്റെ മുത്തശ്ശിൻ്റെയൊക്കെ ശവകുടീരം കാണണം എന്നുണ്ടെങ്കിൽ അവ അവിടെ വരും. അത് അവന് തോന്നണം എന്നാണ് വിജയുടെ അച്ഛൻ പറയണത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ച ആളല്ല വിജയ്. അതാണല്ലോ ഈ വിജയത്തിൻ്റെ എല്ലാം തുടക്കം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ പാവം വിജയ് നമ്മുടെ ഈ കടലോര ഗ്രാമത്തിലാണ് ചെറുപ്പകാലങ്ങളിൽ കളിച്ച് വളർന്ന് വലുതായി ഇത്രയും വലിയൊരു നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയത്. അതാണ് നമ്മൾ ഈ പണ്ടാര ആൾക്കാർ പറയില്ലേ, എത്രയും എളിമയുണ്ടോ അത്രയും ഉയരത്തിലെത്തുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ദൈവവചനമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിജയുടെ കഥ ഇത്രയുള്ളൂ. അപ്പോൾ ഇനി വിജയ് ഈ നാട്ടിലേക്ക് വരട്ടെ, ഇവിടെ ഇതുപോലെ തന്നെ മുത്തശ്ശേരി മുത്തശ്ശേരി മൺകുഴിയിടാൻ കാണട്ടെ, അവിടെയുള്ളവർക്കൊക്കെ സദ്യ കൊടുക്കട്ടെ എന്ന് നമുക്ക്